ശ്യാമപ്രസാദിന്റെ ഋതുവിലൂടെ മലയാള സിനിമയിൽ സ്വപ്നതുല്യമായ അരങ്ങേറ്റം കുറിച്ച നടനാണ് ആസിഫ് അലി. എന്നാൽ കയറ്റിറക്കങ്ങൾ നിറഞ്ഞതായിരുന്നു ആസിഫിന്റെ കരിയർ ഗ്രാഫ്. ഹിറ്റടിച്ച് നിൽക്കുമ്പോഴും തിരക്കഥകളുടെ തിരഞ്ഞെടുപ്പിലെ ജാഗ്രത കുറവ് മൂലം തുടർ വിജയങ്ങൾ സൃഷ്ടിക്കാൻ കഴിയാതെ പോയൊരു ഭൂതകാലമുണ്ടായിരുന്നു താരത്തിന്. സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും ക്ലാസ്സിലെ ഉഴപ്പൻ കുട്ടിയുടെ ഇമേജ്. ആസിഫിനെതിരെ വ്യാപകമായ പരാതികളിലൊന്ന് ചലച്ചിത്ര പ്രവർത്തകർ വിളിച്ചാൽ പോലും ഫോൺ എടുക്കില്ല എന്നതായിരുന്നു. പല മുൻനിര നായകന്മാരും തിരസ്കരിച്ച തിരക്കഥകൾ ഏറ്റെടുത്ത് അഭിനയിച്ച് സിനിമകൾ പരാജയപ്പെട്ടതിന്റെ പേരിലും ഏറെ പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ആസിഫിന്. എന്നാൽ 2024 ആസിഫ് അലി തന്നിലെ നടനെയും അതുപോലെ തന്നെ വ്യക്തിയെയും സ്വയം നവീകരിക്കുന്നതിനാണ് ആരാധകർ സാക്ഷിയായത്. തിരക്കഥകളിലെ തിരഞ്ഞെടുപ്പിലെ വൈവിധ്യം കൊണ്ടും സ്ക്രീനിന് പുറത്തെ പക്വതയാർന്ന ഇടപെടലുകളിലൂടെയും ആസിഫ് അലി മലയാളിയെ വിസ്മയിപ്പിച്ചു. 2025 ആദ്യ ബ്ലോക്ക് ബ്ലസ്റ്ററായ രേഖാചിത്രത്തിലൂടെ ആസിഫ് അലി പുതുവർഷത്തിലും വരവറിയിച്ചിരിക്കുകയാണ്. ഇതിനോടകം 75 കോടിയിലധികം രൂപയാണ് രേഖാചിത്രം ആഗോളതലത്തിൽ നേടിയിരിക്കുന്നത്. ചിലപ്പോൾ ആസിഫിന്റെ കരിയറിലെ ആദ്യ 100 കോടി ക്ലബ് ചിത്രമായി രേഖാചിത്രം മാറിയേക്കും. അതേസമയം സംവിധായകൻ ജിസ് ജോയിയുടെ ഇഷ്ടനായകനാണ് ആസിഫ് അലി. അദ്ദേഹം സംവിധാനം ചെയ്ത 6 ചിത്രങ്ങളിൽ 5ലും നായകൻ ആസിഫ് അലിയാണ്. ഒരു സിനിമയിൽ ക്യാമിയോ വേഷത്തിലും ആസിഫ് എത്തി. 2022 OTT റിലീസായ ഇന്നലെ വരെ എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം ത്രില്ലർ സിനിമകളിലേക്ക് ട്രാക്ക് മാറ്റുകയായിരുന്നു. നായിക പ്രതിനായക ചായയുള്ള കഥാപാത്രമായി ആസിഫ് അലി നിറഞ്ഞാടിയ ചിത്രം കൂടിയായിരുന്നു അത്. 2024 ബിജു മേനോൻ, ആസിഫ് അലി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ജിസ് ജോയ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു തലവൻ. SI കാർത്തിക് വാസുദേവനായിട്ടാണ് ചിത്രത്തിൽ ആസിഫ് അലി എത്തിയത്. കൺട്രോൾഡ് ആക്ടിങ്ങിലൂടെ ടൈമിങ്ങിന്റെ തലവനായ ബിജു മേനോന് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന പ്രകടനം തന്നെയായിരുന്നു ആസിഫ് അലി ചിത്രത്തിൽ പുറത്തെടുത്തതും. അതേസമയം ആസിഫ് അലി, അമല പോൾ, ഷറഫുദ്ദീൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അർഫാസ് അയ്യൂബ് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ലെവൽ ക്രോസ്. രാജ്യാന്തര ഫെസ്റ്റിവൽ സിനിമകളോട് കിടപിടിക്കുന്ന മേക്കിങ്ങിലൂടെ ചിത്രം ഏവരെയും ഞെട്ടിച്ചു. വിരലിൽ എണ്ണാവുന്ന കഥാപാത്രങ്ങൾ, പരിമിതമായ ലൊക്കേഷനുകൾ, എന്നിട്ടും ആദ്യാവസാനം രസച്ചരട് മുറിയാതെ ലെവൽ ക്രോസിംഗിലൂടെ പ്രേക്ഷകർക്ക് സഞ്ചാരം സാധ്യമായിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് ആസിഫിനും അമലയ്ക്കും ഷറഫുദ്ദീനും അവകാശപ്പെട്ടതാണ്. പ്രവചനാതീതമായ ട്വിസ്റ്റുകളിലൂടെ പ്രേക്ഷകരെ ആശയക്കുഴപ്പത്തിലാക്കുന്ന പ്ലോട്ടിൽ അനായാസമായി വേഷപ്പകർച്ച നടത്താനും ആസിഫിന്റെ രഘു എന്ന കഥാപാത്രം കയ്യടി നേടി. നായകനാണോ പ്രതിനായകനാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം പ്രേക്ഷകരെ ഉദ്യോഗത്തിലാഴ്ത്തിയ കഥാപാത്രമായിരുന്നു അത്. സൂപ്പർ താരത്തിന്റെ ഗ്ലാമറുകൾ ഒന്നുമില്ലാതെ ഒട്ടേറെ അടരുള്ള കഥാപാത്രത്തെ ആസിഫ് മികവുറ്റതാക്കുകയായിരുന്നു. ക്രിസ്റ്റോ ടോമിയുടെ ഉള്ളൊഴുക്കിന് ശേഷം ഓസ്കാർ ലൈബ്രറിയിൽ ഇടം പിടിച്ച തിരക്കഥയെന്ന പ്രത്യേകതയും ലെവൽ ക്രോസിനുണ്ട്. അതേസമയം സുരാജ് വെഞ്ഞാറമൂടും ആസിഫ് അലിയും തകർത്താടിയ ചിത്രമായിരുന്നു അഡിയോസ് അമിഗോ. ആസിഫിന്റെ വ്യത്യസ്ത ഗെറ്റപ്പും അവതരണം കൊണ്ടും വ്യത്യസ്തമായ ചിത്രം തന്നെയായിരുന്നു ഇത്. ബോസെ എന്ന് നീട്ടി വിളിച്ച് ആൾക്കൂട്ടത്തിനിടയിലൂടെ പൊട്ടി വീഴുന്ന വളരെ ലൗഡായ കഥാപാത്രം ആസിഫിന്റെ കരിയറിലെ തന്നെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൊന്നാണ്. ചിത്രത്തിൽ ആസിഫിനൊപ്പം സുരാജും മത്സരിച്ച് അഭിനയിച്ചു. കളങ്കമില്ലാത്ത സ്നേഹനിധിയായ പ്രിൻസിന്റെ കഥാപാത്രം ആദ്യമൊക്കെ അരോചകമായി തോന്നുമെങ്കിലും പതിയെ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കാനായി സാധിച്ചു. കൂടാതെ മലയാള സിനിമയുടെ ചരിത്രത്തിലെ ബെഞ്ച് മാർക്ക് തിരക്കഥകളിൽ ഒന്നെന്ന് പേരെടുത്ത ചിത്രമായിരുന്നു കിഷ്കിന്ദ കാണ്ഡം. അതിലൂടെ ആസിഫ് അലി ബോക്സ് ഓഫീസിലെയും മിന്നും താരമായി മാറി. അപർണ ബാലമുരളി, വിജയരാഘവൻ എന്നിവർക്കൊപ്പം കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച് ആസിഫ് ഒരിക്കൽ കൂടി മിതത്വം നിറഞ്ഞ അഭിനയ ശൈലിയിലൂടെ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു. 75 കോടിയിലധികം നേടിയ ചിത്രം ഒരേ സമയം നിരൂപക പ്രേക്ഷക പ്രശംസ നേടിയ ചിത്രമായിരുന്നു. കൂടാതെ MD കൃതികളെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച മനോരഥങ്ങൾ എന്ന ചലച്ചിത്രങ്ങളുടെ സമാഹാരത്തിലൂടെയും ആസിഫ് അലി ശ്രദ്ധേയനായി. MGയുടെ മകൾ അശ്വതി V നായർ സംവിധാനം ചെയ്ത വിൽപ്പനയിൽ മധുബാലയുടെ ഗീതാ പരീഖിനൊപ്പം സുനിൽ ദാസ് എന്ന കഥാപാത്രമായി എത്തിയ ആസിഫ് അലി മികവാർന്ന പ്രകടനമായിരുന്നു പുറത്തെടുത്തത്. എന്നാൽ ആസിഫ് അലി ഹൃദയങ്ങൾ കീഴടക്കിയത് മറ്റൊരിടത്തായിരുന്നു. ഈ ചലച്ചിത്ര സമാഹാരവുമായി ബന്ധപ്പെട്ട് നടന്ന ചടങ്ങിൽ വിവാദങ്ങളെ കൈയടക്കത്തോടെ നേരിട്ടതിന്റെ പേരിലായിരുന്നു. സംഗീത സംവിധായകനായ രമേശ് നാരായണൻ ആസിഫ് അലിയിൽ നിന്ന് മൊമന്റോ വാങ്ങാൻ തയ്യാറാകാതെ
വിവാദങ്ങൾക്ക് തുടക്കമിട്ടു. മലയാളത്തിലെ പ്രമുഖ അഭിനേതാക്കളും ചലച്ചിത്ര പ്രവർത്തകരും അണിനിരന്ന വേദിയിൽ ആസിഫ് അലി അപമാനിക്കപ്പെടുകയായിരുന്നു. സോഷ്യൽ മീഡിയ രമേശ് നാരായണനുമേൽ വിമർശന ശരങ്ങൾ ഉയർത്തി. പല വിദ്വേഷ ക്യാമ്പയിനുകളും സമൂഹ മാധ്യമങ്ങളിൽ അഴിച്ചുവിട്ടിരുന്നു. എന്നാൽ ആസിഫ് അലി ഈ വിവാദങ്ങളൊന്നും ആളിക്കത്തിക്കാതെ രമേശ് നാരായണനോട് നേരിട്ട് സംസാരിച്ച് പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുന്നതായിരുന്നു നമ്മൾ കണ്ടത്. ഇവിടെ നടൻ എന്ന നിലയിലും ഒരു വ്യക്തി എന്ന നിലയിലും ആസിഫ് ഔന്നിത്യം കാണിച്ച വർഷമായിരുന്നു 2024. ഇപ്പോഴിതാ 2025 CA വിവേക് എന്ന കഥാപാത്രത്തിലൂടെ ബോക്സ് ഓഫീസ് വീണ്ടും പിടിച്ചു കുലുക്കിയിരിക്കുകയാണ്. ഇപ്പോഴും നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുന്ന രേഖാചിത്രത്തിലൂടെ കിഷ്കിന്ധ കാണ്ഡത്തിന് തുടർച്ചയായി 75 കോടി കളക്ഷൻ നേടിയ സിനിമകളിലെ നായകൻ എന്ന റെക്കോർഡും ആസിഫ് അലി സ്വന്തം പേരിൽ എഴുതി കഴിഞ്ഞു. എന്തായാലും ഇനിയും ആസിഫ് അലിയിലൂടെ മലയാള സിനിമയിൽ മികച്ച സിനിമകൾ തന്നെ പിറക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.